ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെറും സാദാ ഒരു കറി. സവാളയും നമ്മുടെ ഉരുളക്കിഴങ്ങ് വിട്ടിട്ട് തക്കാളി ഒന്നുമില്ല, മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഗരം മസാലയൊക്കെ ഇട്ടിട്ടൊരു കറി. ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും ചോറിനായാലും എല്ലാം നല്ല സൂപ്പറാണ്. എൻ്റെ അമ്മ വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെക്കുന്ന കറിയൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇഷ്ടമുള്ളവരൊക്കെ കാണണേ. മൂന്നാല് വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നമുക്ക് സവാളയും വെളുത്തുള്ളിയും കൂടെ കടുക് പൊട്ടിച്ചല്ലോ അതിന് വഴറ്റാം. അപ്പം സവാള ഇങ്ങനെ വഴറ്റി വരിക, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിഴങ്ങും ചേർക്കാം. ഞാൻ 3 ചെറിയ കിഴങ്ങ് രാത്രിയിലത്തേക്ക് മാത്രമുള്ളതാണ് ഗൈസ്. കാരണം അതിൻ്റെ ഇടയിൽ തവിക്ക് ഇളക്കം കുലുക്കാം. അപ്പോൾ കിഴങ്ങ് ഞാൻ ഇട്ടു, രാത്രിയിലത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് മുളകും കൂടി ഇടുകയാണേ. അപ്പോൾ എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഇതിന് വേണം കേട്ടോ, ഒരു കൊഴുപ്പൊക്കെ വേണം. നമ്മൾ വേറെ തേങ്ങായോ ഒന്നും അരയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഓക്കെ, പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇതിനെ ഒന്ന് ഇളക്കാം. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ഈ മസാലയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് നമ്മൾ ശരിക്കും വഴറ്റി നല്ലപോലെ മസാലപ്പൊടിയൊക്കെ, എങ്കിലും ശരി ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ ഒന്നും കൂടി ആ മസാലയുടെ ആ മണം പോയി ഒന്ന് എണ്ണ തെളിയട്ടെ, എന്നിട്ട് ബാക്കി വെള്ളം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിക്കാം, വേഗണ്ടേ. നോക്കിക്കേ, ആ മസാലയൊക്കെ എണ്ണയിൽ കിടന്ന് ഇത്തിരി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചതിലൊക്കെ ഇരുന്നിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു. അപ്പം നമുക്ക് ബാക്കി വേകാനുള്ള വെള്ളം ചേർക്കാം. ഓക്കെ, ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് സ്റ്റാൻഡും ഇല്ല, കണ്ണമോനാണ് പുറത്തു പോയി. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ വെന്ത് തിളച്ചിങ്ങനെ കുറുകി വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കറി നല്ല തിളച്ച് എണ്ണ തെളിഞ്ഞു വന്നു. അപ്പം കുറച്ച് മല്ലിയില കുറച്ചങ്ങ് വാടിപ്പോയി കേട്ടോ. അതിന് ശേഷം കറിവേപ്പില ഞാൻ കടുവറുത്ത് താളിച്ച സമയത്ത് ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ആ പച്ചയൊക്കെ ഇങ്ങനെ സത്തങ്ങോട്ട് ഇറങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുകളിൽ നിന്നിങ്ങനെ കരിവേപ്പില പച്ച വയ്ക്കുന്നത്. അപ്പം നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ലൈക്കൊക്കെ ചെയ്യണേ എല്ലാവരും. താങ്ക് യു.